തിരുവനന്തപുരത്ത് ഹോട്ടൽ മുറിയിൽ സീരിയൽ താരം മരിച്ച നിലയിൽ ദിലീപ് ശങ്കറിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഫ്ലവേഴ്സിലെ പഞ്ചാഗ്നി സീരിയലിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ദിലീപ് ശങ്കറാണ്. അത് തന്നെയാ ഞാനും ചോദിക്കാൻ വന്നത്. ചന്ദ്രസേനൻ എന്താ ഇവിടെ ഈ റോഡരികില്? ഞാൻ ഒരു വഴിക്ക് ഇറങ്ങിയതായിരുന്നു. കാണുന്ന സീരിയലാണെന്ന് തോന്നുന്നു, പഞ്ചാഗ്നി എന്ന് പറയുന്ന സീരിയൽ. അപ്പോൾ ആ പഞ്ചാഗ്നി സീരിയലിലെ നടനായിരുന്ന ദിലീപ് ശങ്കർ അദ്ദേഹം മരിച്ച നിലയിൽ ഹോട്ടൽ മുറിയിൽ കണ്ടെത്തി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അപ്പം മരണകാരണം എന്താണെന്ന് വ്യക്തമല്ല. ഏതായാലും 2 ദിവസത്തിന് മുമ്പാണ് അദ്ദേഹം മരിച്ചത് എന്ന് പറയപ്പെടുന്നത്. കാരണം ഹോട്ടൽ കുറച്ച് ദിവസമായിട്ട് അദ്ദേഹത്തിന് വർക്കില്ലായിരുന്നു. പഞ്ചാഗ്നിയുടെ ഷൂട്ടിങ്ങിന് വേണ്ടിയാണ് അദ്ദേഹം വന്നത്. കുറച്ച് ദിവസമായിട്ട് ഹോട്ടൽ റൂമിൽ തന്നെയായിരുന്നു, കുറച്ച് ദിവസം വർക്കില്ലായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് ഷൂട്ടിംഗ് പുനരാരംഭിച്ചത്. അപ്പോൾ അദ്ദേഹത്തെ ഫോൺ വിളിച്ചപ്പം കിട്ടാതെ വന്നപ്പോഴാണ് ഇതിൻ്റെ യൂണിറ്റ് അംഗങ്ങളൊക്കെ ഇവിടെ ബന്ധപ്പെടുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഹോട്ടൽ റൂം തുറക്കാതെ വന്നപ്പോൾ ഹോട്ടൽ ജീവനക്കാർ പോലീസ് അറിയിക്കുകയും വല്ലാത്ത ദുർഗന്ധം ഒക്കെ അനുഭവപ്പെട്ടു ഇരിക്കുന്നു എന്ന്. അതുകൊണ്ടാണ് മരണത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ടെന്ന് അനുമാനിക്കുന്നത്. അപ്പോൾ അതാണ് ഇത്രയും നേരമായിട്ട് നമുക്ക് കിട്ടുന്ന വാർത്തകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ആ വാർത്ത നമുക്കൊന്ന് കാണാം. 24 തന്നെയാണ് ഈ വാർത്ത പുറത്ത് വിട്ടിട്ടുള്ളത്. നമുക്കതൊന്ന് കാണാം. തിരുവനന്തപുരത്ത് ഹോട്ടൽ മുറിയിൽ സീരിയൽ താരം മരിച്ച നിലയിൽ ദിലീപ് ശങ്കറിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഫ്ലവേഴ്സിലെ പഞ്ചാഗ്നി സീരിയലിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ദിലീപ് ശങ്കറാണ്. AV ജയശങ്കർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ജയശങ്കർ, എന്താണ് സംഭവിച്ചത്? എപ്പോഴാണ് മരണം? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? പോലീസ് വിശദീകരിക്കുന്നത് എന്താണ് ജയശങ്കർ? രജിത്ത്, അല്പസമയം മുമ്പാണ് ദിലീപ് ശങ്കറിനെ തിരുവനന്തപുരത്തെ ഒരു ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പോലീസ് പറയുന്നതനുസരിച്ച് മൃതദേഹത്തിന് 2-3 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും പോലീസിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഹോട്ടൽ ജീവനക്കാർ 2 ദിവസമായി ഇദ്ദേഹം മുറിയിലുണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് അനക്കമൊന്നും ഇല്ലാത്തതിനെ തുടർന്ന് ഹോട്ടൽ ജീവനക്കാരാണ് പോലീസിനെ വിവരം അറിയിച്ചത്. പിന്നീട് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ മരിച്ച നിലയിൽ ഇദ്ദേഹത്തെ കണ്ടെത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണകാരണം എന്താണെന്ന് ആർക്കും വ്യക്തമല്ല. പിന്നെ 24-ൻ്റെ തന്നെ ആയിരുന്നു പഞ്ചാഗ്നി എന്ന് പറയുന്നത്. അദ്ദേഹം ഒത്തിരി സീരിയലിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അമ്മ അറിയാതെ, സുന്ദരി എന്ന് പറഞ്ഞ സീരിയലിനകത്തൊക്കെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പഞ്ചാഗ്നി എന്ന് പറയുന്ന സീരിയലിൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ റോള്. അതുപോലെ ചാപ്പാക്കുരിശ്, നോർത്ത് 24, കാതം എന്നീ ചിത്രങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ട്. സിനിമയിലും അദ്ദേഹം സജീവമായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണകാരണം എന്താണ്? ആത്മഹത്യയാണോ, അതോ അദ്ദേഹത്തിന് വല്ല അസുഖങ്ങളുണ്ടോ, മാനസികമായിട്ട് അദ്ദേഹത്തിന് വേറെ സമ്മർദ്ദങ്ങളുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിനിടയിൽ പഞ്ചാഗ്നിയുടെ സംവിധായകൻ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിന് കരൾ സംബന്ധമായ അസുഖം ഉണ്ടായിരുന്നു. അദ്ദേഹം അത് വ്യക്തമാക്കിയില്ല എങ്കിലും അത് ഈ സംവിധായകൻ അറിയാം എന്നുള്ള രീതിയിൽ പുള്ളി സംസാരിക്കുന്നുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. സീരിയലിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് വന്ന ഒരു 4-5 ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഒരു കഴിഞ്ഞ 2 ദിവസം മുമ്പ് നമുക്ക് വർക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2 ദിവസം നമുക്ക് ബ്രേക്കായിരുന്നു. ആ ബ്രേക്കിന് ശേഷം തുടർന്നുള്ള ദിവസങ്ങളിൽ പുള്ളി ഇവിടെ അഭിനയിക്കേണ്ടതാണ്. അപ്പം 2 ദിവസമായിട്ട് നമ്മുടെ ആൾക്കാർ വിളിച്ചിട്ട് പുള്ളി ഫോൺ എടുക്കുന്നില്ലായിരുന്നു. സ്ഥിരമായിട്ട് പുള്ളി ഇങ്ങനെ ഫോൺ എടുക്കാത്തൊരു പതിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നിപ്പം നമ്മുടെ കൺട്രോളർ വന്ന് നേരിട്ട് വന്ന് കണ്ട്, ഫോൺ എടുക്കാത്തതുകൊണ്ട് നേരിട്ട് വന്ന് കണ്ട് സംസാരിക്കാനായിട്ട് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം അറിയുന്നത്. അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? പുള്ളിക്ക് ശാരീരിക പ്രശ്നം, അതായത് ആരോഗ്യ പ്രശ്നം, എന്തോ ഒരു അസുഖത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിലുണ്ടായിരുന്നു എന്നുള്ള നമുക്കറിയാം. അത് വ്യക്തമായിട്ട് അറിയില്ല. കരൾ സംബന്ധമായിട്ട് എന്തോ ഒരു അസുഖം പുള്ളിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. നമ്മളോട് വ്യക്തമായിട്ട് പുള്ളി പറഞ്ഞില്ല. ട്രീറ്റ്മെൻറ്റിലാണെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ പലപ്പോഴും ആ ട്രീറ്റ്മെൻറ്റ് പുള്ളി അത് ബ്രേക്ക് ചെയ്യാറുണ്ടായിരുന്നു. മരുന്നൊന്നും കഴിക്കാത്ത അവസ്ഥയിലേക്ക് പുള്ളി ഇത് ചെയ്യുന്നുണ്ട്. രജിത്ത്, എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെ ഹോട്ടൽ മുറിയിൽ പുരോഗമിക്കുകയാണ്. അപ്പം അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ മാനസികമായിട്ട് തകർന്നു പോകില്ലേ. പിന്നെ എല്ലാവരെയും കാണുമ്പോൾ ചിരിക്കും, എല്ലാവരുമായിട്ട് സംസാരിക്കും, അങ്ങനെയൊക്കെ പോവും. പക്ഷേ ഒരുപക്ഷെ ഷൂട്ടിംഗ് ഇല്ലാതെ 2 ദിവസം ഇരുന്ന് കഴിയുമ്പം ഒരു ഏകാന്തത ഫീൽ ചെയ്ത് കാണും. പല അസുഖങ്ങളെപ്പറ്റി അങ്ങനെ നമ്മൾ ചുമ്മാതിരിക്കുമ്പോഴാണല്ലോ നമ്മളുടെ മനസ്സിലേക്ക് പല ചിന്തകളും വരുന്നത്. അപ്പം ഒരുപക്ഷെ അസുഖം മൂർച്ഛിച്ച് അദ്ദേഹം
മരിച്ചതാകാം. ഇത് കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ നമുക്ക് അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടെത്താൻ പറ്റൂ. മരണകാരണം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം അതിൻ്റെ കൃത്യമായ സൂചന കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാമല്ലേ. അല്ലാതെ ചില അനുമാനങ്ങൾ നമ്മൾ നടത്തേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ദിലീപ് ശങ്കറിനെ പോലുള്ള ഒരു വ്യക്തി യാതൊരു വിവാദങ്ങളിലും ഒന്നും പെടാത്തൊരു വ്യക്തിയായിരുന്നു. സീരിയൽ രംഗത്തുമൊക്കെ അദ്ദേഹം സജീവ സാന്നിധ്യമായിരുന്നു ഈ അടുത്ത കാലത്ത് വരെ. കാരണം പഞ്ചാഗ്നി എന്ന് പറയുന്ന സീരിയൽ സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സീരിയൽ തന്നെയാണ്. കുടുംബ പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം കൂടിയായിരുന്നു ദിലീപ് ശങ്കറിൻ്റെ കഥാപാത്രം അല്ലേ. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സീരിയലിൻ്റെ അതിലെ പ്രമുഖനായൊരു നടൻ തന്നെ ഇപ്പോൾ മരിച്ചു എന്ന് പറയുമ്പോൾ സീരിയലിൻ്റെ ആൾക്കാരെ സംബന്ധിച്ചും അതുപോലെ കുടുംബ പ്രേക്ഷകരെ സംബന്ധിച്ച് ഒരു തീരാനഷ്ടം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മരണം. അപ്പം അന്വേഷണത്തിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയട്ടെ. അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണോ അതോ അസുഖ സംബന്ധമായ കാരണങ്ങളായി മരിച്ചതാണോ എന്നൊക്കെയുള്ള വിവരങ്ങൾ കൃത്യമായി നമുക്ക് കിട്ടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതുവരെ നമുക്ക് കാത്തിരിക്കാം. അദ്ദേഹത്തിന് എല്ലാവിധ ആദരാഞ്ജലികളും നേരുന്നു. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.